നിലമ്പൂരിൽ ചെങ്കൊടിയുടെ ആവേശ കാഴ്ച തന്നെയാണ്. അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ എം സ്വരാജ് നിലമ്പൂരിന്റെ മണ്ണിൽ ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ വലിയ തരത്തിലുള്ള സ്വീകാര്യത ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. ആ സ്വീകാര്യത കൊട്ടിക്കലാശത്തിലും ആവേശ കാഴ്ചയാണ്. എവിടെ നിന്നോ ഒഴുകിയെത്തുന്ന സമാന ചിന്താഗതിക്കാരായ മനുഷ്യർ ആരവം തീർത്തുകൊണ്ട് ആവേശ കടൽ തീർത്തുകൊണ്ട് നിലമ്പൂരിന്റെ പട്ടണം മുഴുവൻ ചെങ്കടലായി മാറിയ കാഴ്ച. അരിവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്ത പതാകകൾ ഇവിടെ പാറിപ്പറക്കുകയാണ്. ജനങ്ങൾ ആവേശ കടൽ തീർത്ത് എം സ്വരാജിനായി മുദ്രാവാക്യം വിളിക്കുന്നു. നിലമ്പൂരിന്റെ മണ്ണ് കുഞ്ഞാലിയുടെ മണ്ണാണ്. ഇവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ എം സ്വരാജ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് വിജയിച്ചേ മതിയാകൂ. അതാണ് നിലമ്പൂരിലെ മതേതര ജനാധിപത്യ രാഷ്ട്രീയം എന്നാണ് ഓരോരുത്തരും പറയുന്നത്. സിജു ദാ മുച്ചക്ര വാഹനത്തിൽ ഒരാൾ എത്തിയിട്ടുണ്ട്. അംഗപരിമിതനാണ് അദ്ദേഹം. കൊടിയും ഫ്ലക്സും എം സ്വരാജിന്റെ ഫ്ലക്സും ഒക്കെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ വെച്ച് ആവേശത്തോടെ ഓരോ വാക്കുകളിലും കാണാം, ഓരോ മുദ്രാവാക്യങ്ങളിലും കാണാം. അദ്ദേഹം എം സ്വരാജിന് വേണ്ടി വോട്ട് പിടിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ കലാശക്കൊട്ടിലെത്തിയതാണ്. പേരെന്താണ്? പേര് ബാബു. എവിടെ നിന്നാ വരുന്നത്? വയനാട്. എവിടെയാ? അവിടെ നിന്ന് വാഹനം ഓടിച്ചു വന്നതാ. എം സ്വരാജ് എങ്ങനെ വിജയിക്കോ? ജയിക്കൂലോ, വിജയിക്കണമല്ലോ. നമ്മുടെ നാടിന്റെ മുത്തല്ലേ അല്ലേ? ഈ ആത്മ കണ്ടിട്ട് എന്തോ ആവേശമുണ്ട്. നമ്മുടെ ഈ പിണറായി നീ വരണം, മൂന്നാമത് വരണം, എന്നാലേ നമുക്ക് കാര്യമുള്ള കേരളത്തിന്. നമ്മുടെ കേരളം നീ പിണറായി വരണം, അല്ലാണ്ട് കോൺഗ്രസ് വന്നിട്ട് ഒരു കാര്യമില്ല. തീർച്ചയായും സിജു, പറയാനുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ ഉണ്ട്. വലിയ പ്രസംഗമൊന്നും വേണ്ട. അദ്ദേഹം വയനാട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ എത്തിയതാണ്. നിലമ്പൂരിന്റെ മണ്ണിൽ ആവേശം നമുക്ക് മനസ്സിലാകും. അദ്ദേഹം അംഗപരിമിതനാണ്. വണ്ടി ഓടിച്ച് എം സ്വരാജ് വിജയിക്കുമെന്ന് ഹൃദയത്തിൽ കൈവച്ച ആവേശത്തോടെ പറയുന്നു. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് മൂന്നാമത് പിണറായി സർക്കാർ വരണം, അതിനുള്ള വിധി എഴുത്തായി നിലമ്പൂരിലെ വോട്ടെടുപ്പ് മാറണമെന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ നാനാതുറയിലുള്ള മനുഷ്യർ, കുട്ടികൾ, സ്ത്രീ, ജനങ്ങൾ മുമ്പ് പറഞ്ഞതാണ് ഈ കുഞ്ഞാലിയുടെ രാഷ്ട്രീയം. ചുവന്ന മണ്ണാണ്, മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വടക്കൂറുള്ള മണ്ണാണ്. അവിടെയാണ് എം സ്വരാജ് വന്നിറങ്ങിയിരിക്കുന്നത്. എം സ്വരാജിന് ലഭിക്കുന്ന വ്യക്തിപരമായ സ്വീകാര്യതയും ഇവിടെ വോട്ടായി മാറുമെന്നാണ് ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സിജു ഏതു തരത്തിലുള്ള രാഷ്ട്രീയമാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത്, അതിനെ പരാജയപ്പെടുത്തുന്നതിന് തെളിമയുടെ രാഷ്ട്രീയം ഇടതുപക്ഷത്തിന്റെ മതേതര ജനാധിപത്യ കാഴ്ചപ്പാടിനാകുമോ നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുക എന്ന് ഇനി അറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കലാശക്കൊട്ടിന്റെ ആവേശം എല്ലാ തരത്തിലും എല്ലാ ഭാഗത്തും ഒരുപോലെ കാണാം. ചെറിയ കുട്ടികളും നമ്മൾ സ്ത്രീകൾ ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അങ്ങനെ ആവേശക്കടലായി യുവജനങ്ങൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത ഭാഗത്തിലുമുള്ള ജനങ്ങൾ നിലമ്പൂരിലേക്ക് ഒഴുകിയെത്തുന്നു. നിലമ്പൂർ ഒരു ചെങ്കടലായി മാറുന്നു. അക്ഷരാർത്ഥത്തിൽ നിലമ്പൂർ പട്ടണം ചുവക്കുകയാണ്. അങ്ങനെ നിലമ്പൂർ വീണ്ടും ചുവക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഈ വിധിയെടുത്ത് ഇടതുമുന്നണിക്ക് അനുകൂലമാണെങ്കിൽ എം സ്വരാജ് വിജയിച്ച് നിയമസഭയിലേക്ക് ജയിച്ചു കയറും. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അവിടെ എം സ്വരാജിനെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് അയക്കൂ. ആ ആവശ്യം മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ നിലമ്പൂർ ജനത ഏറ്റെടുത്താൽ എം സ്വരാജിനെ കാത്തിരിക്കുന്നത് നിലമ്പൂർ മണ്ണിൽ നിന്നുള്ള ചെങ്കൊടിയുമായുള്ള വിജയിച്ചുള്ള നടന്നു വരവായിരിക്കും. അതിനുവേണ്ടി നിലമ്പൂർ ജനത കാത്തിരിക്കുന്നു. കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിൽ നമുക്കത് വ്യക്തമാണ്. നമ്മളിവിടെ നിന്ന് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാവും അത്രയ്ക്ക് ആവേശ കടലായി നിലമ്പൂരിന്റെ ടൗണ് ഈ പറഞ്ഞ മഹാറാണി ജംഗ്ഷൻ മാറിക്കഴിഞ്ഞു. വിവിധ സ്ഥലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഒഴുകി വരുന്നു. കയ്യിൽ പിടിച്ച ചെങ്കൊടിയുമായി ചെറിയ വാഹനങ്ങളിൽ, സ്കൂട്ടറുകളിൽ, വാഹനങ്ങളിൽ, ഇരുചക്ര വാഹനങ്ങളിൽ, ഒപ്പം തന്നെ ഓട്ടോറിക്ഷയിൽ, അങ്ങനെ ജനം, സാധാരണ മനുഷ്യരെല്ലാം നിലമ്പൂരിന്റെ ടൗണിലേക്ക്, നിലമ്പൂരിന്റെ പട്ടണത്തിലേക്ക് ഒഴുകി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. സിജു. ശരി, നൃപൻ ചക്രവർത്തി, വയനാട്ടിൽ നിന്നെത്തിയ ആ മുച്ചക്രവാഹനത്തിലെത്തിയ ആ മനുഷ്യൻ പറഞ്ഞതാണ്, ഇത് മൂന്നാം പിണറായി സർക്കാർ വരണം, മൂന്നാമത് സർക്കാർ വന്നാൽ മാത്രമേ കേരള ജനതയ്ക്ക് ഇനിയും ഈ വികസന നേട്ടങ്ങൾ അതേ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ ആ മനസ്സാണ് ഒരുപക്ഷെ ലോകത്തുള്ള എല്ലാ സഹോദരങ്ങളെയും എല്ലാവരെയും സഹോദരങ്ങളായി കാണാൻ പഠിപ്പിച്ച എൻ്റെ പാർട്ടി എന്ന് പാബ്ലോ നെരൂദ എഴുതിയത്
ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എം സ്വരാജ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നേരത്തെ അവിടെ ഒരു പ്രവർത്തകൻ പറയുന്നത് കേട്ട്, പൂക്കളുടെ പുസ്തകത്തിൻ്റെ രാജകുമാരനെന്ന്. പൂക്കളെ കുറിച്ച് പുസ്തകം എഴുതിയ എം സ്വരാജ്, നിരന്തരമായ വായന, ഒരു തരത്തിൽ ഇടവേളകളില്ലാത്ത വായിച്ചുകൊണ്ടേയിരിക്കുന്ന എം സ്വരാജ്, വായിച്ചതെല്ലാം ആ അക്ഷരം പ്രതി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന, അത് ഉറച്ച രാഷ്ട്രീയ ബോധ്യങ്ങളിലേക്ക് താൻ പഠിച്ച, താൻ അറിഞ്ഞ ആ രാഷ്ട്രീയം കൂടുതൽ അടിയുറച്ച രാഷ്ട്രീയ ബോധ്യമാക്കി മാറ്റാൻ വായനയെ നിരന്തര സബരിയാക്കി മാറ്റിയ എം സ്വരാജ് കേരളത്തിലെ യുവജന സമരമുഖങ്ങളിൽ, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ, വിദ്യാർത്ഥി സമര രംഗങ്ങളിൽ എല്ലാം മുൻനിരയിലുണ്ടായിരുന്ന എം സ്വരാജ്, പാർട്ടിയുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, അതോടൊപ്പം തന്നെ ദേശാഭിമാനിയുടെ പ്രസിഡന്റ് എഡിറ്ററായിട്ട് കൂടിയുള്ള എം സ്വരാജാണ് ഇത്തവണ നിലമ്പൂരിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മുന്നണി നിർദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹം എത്തിയതിനും ആ നാൾ മുതൽ തന്നെ ആ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം ആകെ മാറി മറിയുകയായിരുന്നു.